എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ജ്യോതിഷരശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ശ്രീകൃഷ്ണന്റെ ജാതകമാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിലെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന നാരായണത്തിൽ പരാമർശിക്കുന്നത്. അവതാരകനായ ഭഗവാൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ഉപദേഷ്ടാവ്, നയതന്ത്രജ്ഞൻ, തത്വചിന്തകൻ, യോഗേശ്വരൻ, അമർത്യ ഭഗവത്ഗീതയുടെ വ്യാഖ്യാതാവ്, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൻ, ഭക്തരുടെ സംരക്ഷകൻ, 18 കലാവിദ്യകളും പഠിച്ചവൻ, ഉത്തമ ഭർത്താവ്, ഉത്തമ പിതാവ്, ഉത്തമ സുഹൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ശ്രീകൃഷ്ണൻ വ്യക്തിത്വത്തെ സാധാരണ മനുഷ്യർക്ക് വിലയിരുത്താൻ കഴിയില്ല. 28ാം മഹായുഗത്തിലെ ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണ ജനനമെന്ന് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നത്. ശ്രീകൃഷ്ണൻ 125 വർഷം ജീവിച്ചതായി ഭാഗവതം ദ്വിതീയ സ്കന്ധം 6ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭാഗവതം 2ാം സ്കന്ധം 7ാം അധ്യായത്തിലെ 2ാം ശ്ലോകത്തില് കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തപ്പോഴാണ് കലി ഭൂമിയിൽ പ്രവേശിച്ചതായി പറയപ്പെടുന്നത്. 3102 BC-യിൽ നിന്ന് 126 വർഷം പിന്നിലേക്ക് എടുത്താണ് 3228 ആണ് കൃഷ്ണന്റെ ജന്മം. BC 3102 ഫെബ്രുവരി 17-നും 18-നും ഇടയിൽ ഉജ്ജയിനിയിലെ അർദ്ധരാത്രിക്കാണ് കലിയുഗം ആരംഭിച്ചത് എന്ന് ആര്യഭട്ട്യ ആചാര്യൻ സമർപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതകം പരിശോധിക്കാം. ഇവിടെ ഇടവലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, 2-ല് ഗ്രഹങ്ങൾ ആരില്ല, 3-ല് ചൊവ്വ, ശുക്രൻ, രാഹു, 4-ല് സൂര്യൻ, വ്യാഴം, കന്നിയില് ബുധൻ, വൃശ്ചികത്തില് ശനി, മകരത്തില് കേതു. ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതകം. അതില് ഗ്രഹനില. അതില് ഭാഗവതത്തിലെ 10ാം സ്കന്ധത്തിലെ 3ാം അധ്യായത്തിലാണ് രോഹിണി നക്ഷത്രത്തില് ശ്രാവണ മാസത്തിലെ കൃഷ്ണാഷ്ടമിയില് രാത്രിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്ന് പറയുന്നത്. ശുക്രക്ഷേത്രമായിട്ടുള്ള ഇടവലഗ്നത്തിലാണ് ഭഗവാന്റെ ജന്മം. ലഗ്നത്തിലെ ചന്ദ്രസ്ഥിതി, അവിടേക്കുള്ള ശനിയുടെ ദൃഷ്ടി എന്നിവ ഭഗവാന്റെ രൂപസൗന്ദര്യത്തെയും കാർമേഘ വർണ്ണത്തെയും സാധൂകരിക്കുന്നു. ലഗ്നം ഇടവലഗ്നമാണ്. അവിടെ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: കാന്ത കേലഗതി പ്രദൂരവദന പൃഷ്ടാസ്യ പാശ്യങ്കിത താഗി ക്ലേശ സഹപ്രഭു കൗതവാൻ കന്യാ പ്രജാ ശ്ലേഷ്മള പൂർവേർ ബന്ധുരാഹിതർ സൗഭാഗ്യയുക്തക്ഷമി ദീപ്താഗ്നി പ്രമദപ്രിയ സ്ഥിര സുഹൃർ മധ്യാന്ത സഖ്യോഗവി. ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് സുന്ദരമായ ശരീരമുള്ള ആളാവുക, സുന്ദരമായ മുഖം, സുന്ദരമായ നടത്തം, മുഖത്തും പാർശ്വഭാഗത്തും അടയാളം. പാർശ്വഭാഗം എന്ന് പറഞ്ഞാൽ പുറംഭാഗമാണ്, പുറത്ത് അടയാളം, തടിച്ച തുടകൾ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദാനം ചെയ്യാനുള്ള കഴിവ്, ക്ലേശം സഹിക്കാനുള്ള കെൽപ്പ്, എന്ത് ബുദ്ധിമുട്ടും സഹിക്കാനുള്ള കെൽപ്പ്, പ്രഭുത്വം ഉണ്ടാവുക, അതേപോലെ ആജ്ഞാപിക്കാനുള്ള കഴിവ്, ഉയർന്ന കഴുത്ത്, കഴുത്തിന് പുറംഭാഗത്ത് കട്ടിയുള്ള മസിലുകൾ ഉണ്ടാവുക, മനോഹരമായ കഴുത്ത് എന്ന് പറയാം. സ്ത്രീ സന്താനങ്ങൾ കൂടുതൽ ഉണ്ടാവും. അതേപോലെ കഫപ്രകൃതിയാണ്. സഹോദരന്മാരെയും ധനത്തെയും സന്താനത്തെയും വിട്ടുപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാവും. സൗഭാഗ്യമുള്ള ആളാവുക, നല്ല ക്ഷമയുള്ള ആളാവുക, സഹിക്കാൻ പറ്റാത്ത വിശപ്പുള്ള ആളാവുക, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ആളാവുക. സ്ത്രീകൾ സ്ഥിര സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകളാണ് സ്ഥിര സുഹൃത്തുക്കളായിട്ട് ഉണ്ടാവുക. ഉദാഹരണമായിട്ട് രാധാദേവി എപ്പോഴും സുഹൃത്തായിട്ട് ഒപ്പം ഉണ്ടാവുക. അപ്പോൾ ഉറച്ച സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുക എന്നാണ്. മധ്യത്തിലും ജീവിതത്തിന്റെ മധ്യ കാലഘട്ടത്തിലും അന്ത്യ കാലഘട്ടങ്ങളിലും ജീവിത സുഖം അനുഭവിക്കുക എന്നാണ്. കൃഷ്ണ ഭഗവാന്റെ ജാതകത്തില് സൂര്യൻ ചിങ്ങ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹോരാശാസ്ത്രത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ സിംഹത്തെ വനശൈല ഗോകുലരതി വീര്യാനുദജ്ഞ പുമാൻ എന്നാണ്. അതായത് സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവന് വനത്തിങ്കലും പ്രീതിയോടെ കൂടെ ആയിട്ടും വനത്തിലും പർവ്വതത്തിലും പ്രീതിയോടെ കൂടെ ആയാലും അത്യുത്സാഹിയായിട്ടും ജ്ഞാനിയായിട്ടും ഭവിക്കുന്നു. അതേപോലെ ഭഗവാന് വനത്തിലും പർവ്വതങ്ങളിലൊക്കെയാണ് വസിച്ചിരുന്നത്. അതേപോലെ ഗോകുലരതി അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതായത് ഗോകുലരതി എന്ന് പറയുമ്പോൾ ഗോക്കളെ സേവിക്കുന്ന ആള്, അതായത് ഗോസമൂഹത്തിനെ, പശുക്കളെ മേച്ച് നടക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതേപോലെ ചൊവ്വ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. ചാന്ദ്രർത്ഥവാൻ സലിലയാന സമാർജിതസ്വ, അതായത് കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുന്ന ആൾക്ക് വളരെ ധനത്തോടു കൂടിയുള്ള ആളാവുക, വിദ്വാനാവുക എന്നാണ്. ആള് ഭയങ്കര വിദ്വാനാണ്.
അതേപോലെ ബുധൻ നിൽക്കുന്നത് കന്നിരാശിയിൽ ഉച്ചത്തിലാണ്. അപ്പൊ ബുധൻ കന്നിയിൽ വന്നാല് നമ്മളെ ആചാര്യം പറയണത് എന്താ വെച്ചാൽ ത്യാഗീജ്ഞ പ്രചുര ഗുണ സുഖി ക്ഷമാവാൻ യുക്തിജ്ഞോ വിഗത ഭയച്ച ഷഷ്ടരാശൂണം. അതായത് ബുധൻ കന്നിയിൽ നിൽക്കുമ്പോൾ ജനിച്ചവന് ദാനശീലനാവുക, വിദ്വാനാവുക, എന്തിനും വിദ്വാനാവുക, വളരെയധികം ഗുണങ്ങളോട് കൂടിയുള്ള ആളാവുക, സുഖിയാവുക, ക്ഷമയുള്ള ആളാവുക, വളരെ ക്ഷമയുള്ള ആളാണ് ഭഗവാൻ. യുക്തിജ്ഞോ എന്ന് പറയണ്ടേ, യുക്തികളിൽ കുശലനാവുക. യുക്തിപൂർവമാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് തന്ത്രപൂർവമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെ മഹാഭാരതത്തിൽ തന്നെ അത് പറയുന്നു. ഭയത്തോട് കൂടാത്തവനാവുക, നല്ല ധൈര്യശാലിയാവുക പറയുന്നത്. അതേപോലെ വ്യാഴം നിൽക്കുന്നത് ചിങ്ങത്തിലാണ്. സിംഹേ ഹോരാചാര്യം പറയുന്നത് വെച്ചാൽ സിംഹേ യാദത ബലനായക സുരഗുരവ് ക്രോക്തം ചയ ചന്ദ്രബേനാണ്. അപ്പൊ വ്യാഴം ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവന് സേനാനായകനായിട്ടും രത്നങ്ങൾ മുതലായവരോട് കൂടിയവനായിട്ടും ഭവിക്കുന്നതാണ്. സേനാനായകനാണ് ഭഗവാൻ. ഭഗവാന് എപ്പോഴും നമ്മൾ ഓടക്കുഴലിൽ വായിക്കുന്ന കൃഷ്ണനെ നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണുള്ളൂ. പക്ഷെ ആള് ഒരു യോദ്ധാവാണ്. ശരിക്ക് ധാരാളം യുദ്ധങ്ങളിൽ വിജയിച്ച ആളാണ് ഭഗവാൻ എന്നാണ്. അപ്പൊ അതേപോലെ ശുക്രൻ കർക്കിടകത്തിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാല് ദ്വിഭാര്യ എന്നാണ് അതിന്റെ അത്. ദ്വിഭാര്യാർത്തു ബീരു അങ്ങനെ ഓരാചാര്യം പറയുന്നത്. ദ്വിഭാര്യ എന്ന് പറഞ്ഞാൽ 2 ഭാര്യമാരുള്ള ആളാവും എന്നാണ്. ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് വരുന്നത്. അത് രുക്മിണി സത്യഭാമയാണ് ഇവരുടെ ഭാര്യമാര്. അപ്പൊ അടുത്ത് പറയുന്നത് ശനി വൃശ്ചികത്തിലാണ്. ഹോരാചാര്യം പറയുന്നത് എന്താ വെച്ചാല് കീടേതു ബന്ധവധഭാവം എന്നാണ്. ശനി വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവന് ബന്ധനത്തെയും വധത്തെയും ലഭിക്കുന്നതാണ്. അപ്പൊ ബന്ധനത്തില് ഇപ്പൊ മൂപ്പര് ജനിക്കുമ്പോ തന്നെ കാരാഗ്രഹത്തിലാണ്, ജയിലിലാണ് ജനിക്കണത്. പിന്നെ വധത്തെയും ലഭിക്കുന്ന വധിക്കപ്പെടുക എന്നാണ്. മൂപ്പരുടെ മരണം വധാണ്. ഒരു കർമ്മത്തിലും സ്ഥിരത ഉണ്ടാവില്ല എന്നാണ് പിന്നെ ശനി വൃശ്ചികത്തിൽ ഉണ്ടാവുന്ന ഒരു ഫലം. പിന്നെ 4ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഫലം എന്താ വെച്ചാല് സുഖത്തോട് കൂടാത്തവനായിട്ടും ദുഃഖത്തോട് കൂടിയവനായിട്ടും ഭവിക്കും. അങ്ങനെ ഇപ്പൊ ജീവിതത്തിൽ പല പല ദുഃഖങ്ങളും അനുഭവിച്ചിട്ടാണ് ആള് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൽ അത് കാണിക്കുന്നത്. അതേപോലെ ലഗ്നത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷെ ആ ലഗ്നത്തിൽ ചന്ദ്രൻ എന്ന മൂഗോന്മത്ത ജലാനീജബദിര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ലഗ്നരാശി ഇടവ ലഗ്നായ ധനവാനാകുന്നതാണ്. അപ്പൊ ധനവാനാണ്. അതേപോലെ 3 ചൊവ്വ നിൽക്കുക. അപ്പൊ അറിവും പരാക്രമവും ഉള്ള ആളാണ്. 5 ബുധൻ നിൽക്കുക, മന്ത്രിയായി ഭവിക്കുന്നതാണ്. അതേപോലെ വ്യാഴം നിൽക്കുന്ന 4ലാണ്, സുഖിയായി ഭവിക്കുന്നതാണ്. അതേപോലെ ശുക്രൻ നിൽക്കുന്നത് 3ലാണ്, ലുബ്ധനായിട്ട് ഭവിക്കും, കുറച്ച് പിശുക്കനായിട്ട് ഭവിക്കും. അതേപോലെ ശോകരോഗ ഭയപ്രദം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 7 ശനി നിൽക്കുമ്പോൾ സ്ത്രീകളിൽ നിന്ന് അപമാനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പൊ സ്ത്രീ വിഷയങ്ങളിൽ അപമാനം കേൾക്കേണ്ടി വരിക. ഇവരുടെ ജീവിതത്തിൽ സ്ത്രീ വിഷയങ്ങളിൽ പല അപമാനങ്ങളും ഇവർ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട്, മൂപ്പര് ഒടക്കുകളിൽ വായിച്ച് ഇങ്ങനെ സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മൂപ്പർക്ക് എപ്പോഴും ജീവിതത്തിൽ പല അപവാദങ്ങളും കേട്ട ആളാണ്. അതിനൊക്കെ കാരണം 7 ശനി നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ 3 നീചഭംഗത്തില് ചൊവ്വ നിൽക്കുന്നുണ്ട്. ഭഗവാന് വലിയ യുദ്ധ നിപുണനാണ്, യുദ്ധത്തിലൊക്കെ നിപുണനാണ്, രാഷ്ട്രതന്ത്രജ്ഞനാണ്, നയകോവിദനാണ്. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക ഈ 3 ചൊവ്വ എന്നാൽ. ചന്ദ്രന്റെ ഉച്ചസ്ഥിതി നമുക്ക് ചിന്തിച്ചാല് അദ്ദേഹത്തിന്റെ മാനസിക വലിപ്പവും മനോബലവുമാണ് കാണിക്കുന്നത്. എന്നാൽ ചന്ദ്രന്റെ 3ാം ഭാവത്തിന്റെ ആധിപത്യം ലഭിക്കയാല് മനക്ലേശവും മനസമ്മർദ്ദവും പല അവസരങ്ങളിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ മൂലത്രികോണ രാശിയില് ബലവാനായിട്ട് നിൽക്കുന്ന വിദ്യാകാരകനായ ബുധന്റെ സ്ഥിതി കൊണ്ട് അസാധാരണമായ ബുദ്ധിശക്തിയും വാഗ്വൈഭവമാണ് ഭഗവാനുള്ളത്. ഭഗവത്ഗീത തന്നെ ഉപദേശിച്ച് ഭഗവാന്റെ വാഗ്വിലാസത്തെ എത്ര വാഴ്ത്തിയാലും മതിയാകില്ല എന്നാണ്. പിന്നെ ബുധന്റെ ആ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധന്റെ ആ ബലം കൊണ്ട് 64 വിദ്യകളും, ഈ ലോകത്തുള്ളത് 64 വിദ്യകളാണ്. അത് ഭഗവാൻ 64 ദിവസം കൊണ്ട് പഠിച്ചത് സ്വായത്താക്കി എന്നാണ് പറയുന്നത്, പുരാണങ്ങളിൽ പറയുന്നത്. യോഗകാരകനായ ദൃഷ്ടിയോട് 4 നിൽക്കുന്ന സൂര്യനും വ്യാഴവും
യോഗവിദ്യയിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഭഗവാനുള്ള ഔന്നത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എന്നാൽ ലഗ്നാധിപതിയായിട്ടുള്ള ശുക്രൻ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും രാഹുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ജനനം കാരാഗൃഹത്തിലായത്. അതുമാത്രമല്ല 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രാഹുവിന്റെ സംബന്ധം വന്നതുകൊണ്ട് ആയുധം കൊണ്ട് മരണപ്പെടേണ്ടി വന്നത് അതുകൊണ്ടാണ്. വൃശ്ചികത്തില് ശനി നിന്നുകൊണ്ട് ബന്ധനവും വധവും അത് മുന്നേ പറഞ്ഞല്ലോ, അത് അനുഭവത്തിൽ വരികയാണ്. ഓരാശാസ്ത്രത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. കളത്രകാരകനായ ശുക്രനും 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും രാഹുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഭഗവാന് സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ടവനായി കരുതാം. അത് കർക്കിടകം രാശി ആയതുകൊണ്ട് ദ്വിഭാര്യ എന്ന് പറഞ്ഞു, 2 ഭാര്യമാരുണ്ടാകുന്നതാണ്. രാഹു അനന്തതയുടെ കാരകത്വമുള്ളതാണ്. അതുകൊണ്ട് അനന്തം, അപ്പൊ രാഹു ആ കർക്കിടകത്തിൽ നിൽക്കുന്നതുകൊണ്ട് അനന്തമായ ഭാര്യമാരിൽ ധാരാളം ഭാര്യമാരുണ്ടാവുന്നതാണ് അതിന്റെ ഫലം. എന്നാൽ തിരിച്ച് ഭഗവാന്, എന്നാൽ ഇതൊക്കെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ തിരിച്ച് ഭഗവാൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ലൗകിക ജീവിതത്തിനെ സൂചിപ്പിക്കുന്ന കുജൻ നീചം ഭവിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് സത്യത്തിൽ ഭഗവാന് ഒന്നിലും വൈകാരികമായിട്ടുള്ള ആസക്തികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനവും ശനി ചൊവ്വ എന്നിവയായിട്ടുള്ള സ്വാധീനവും ഭഗവാന്റെ രൂപത്തെ അതിശയമുള്ള വിധം മനോഹരമാക്കിയതാണ്. ശ്രീകൃഷ്ണന് കാന്തിക വ്യക്തിത്വവും കടും ചുവപ്പ് നിറമുള്ള കവിൾത്തടങ്ങളും പവിഴ ചുണ്ടുകളും ആകർഷമായ മുഖവും ആകാശനീല നിറം എന്നിവ ഉണ്ടായിരുന്നു എന്നാണ്. അത് പ്രധാനമായിട്ടും ചൊവ്വ, ശനി, ശുക്രൻ, ചന്ദ്രൻ എന്നിവയുടെ സൂക്ഷ്മമായ മിശ്രിതം കൊണ്ടാണ് ഇതിന് കാരണം. ലഗ്നാധിപതിയായിട്ടുള്ള ശുക്രൻ സ്വന്തം വംശത്തിലാണ് നിൽക്കുന്നത്. തൽഫലമായിട്ട് ഭാഗവതം പരാമർശിക്കുന്നത് ഇതുപോലെയാണ്. താഴ്ന്ന ജാതിക്കാരായ ചണ്ടാളന്മാരോട് പോലും ശ്രീകൃഷ്ണന് മര്യാദ ഉണ്ടായിരുന്നതാണ്. മര്യാദയുടെ ഒരു വിദഗ്ധനായിരുന്നു എന്നാണ്. യുദ്ധകളത്തിലെ അദ്ദേഹത്തിന്റെ അജയ്യമായ കഴിവും ധീരതയുടെ 3ാം ഭാവമായ ചൊവ്വയുടെ നീചഭംഗം വെളിപ്പെടുത്തുന്നു. എന്താ വെച്ചാല് 3ല് ചൊവ്വ നിൽക്കണം. അപ്പൊ ധൈര്യം, തന്ത്രവും വിഭവ സമൃദ്ധിയും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ശക്തരായിട്ടുള്ള ശിശുപാലനെയും മറ്റു രാജാക്കന്മാരെയൊക്കെ ശക്തരായ ശത്രുക്കളൊക്കെ പരാജയപ്പെടുത്തി എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ വികാരങ്ങളുടെ ഗ്രഹമായ ചന്ദ്രനെ ലഗ്നത്തിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് രാഹു മൂലം വലിയ മനസ്സമാധാനം നൽകുന്നു. അതേസമയം 2ാം ഭാവത്തിന്റെ ഉടമയായ ബുദ്ധിഗ്രഹമായ ബുധൻ 5ാം ഭാവത്തിൽ അല്ലെങ്കിൽ ബുദ്ധിശക്തിയുടെയും ഭാവത്തിൽ ഉയർന്നു നിൽക്കുന്നു. അത്ഭുതകരമായ ബുദ്ധിശക്തിയാണ് അത് കാണിക്കുന്നത്. അസാധാരണമായ സംഭാഷണ കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഒരു അതുല്യ സംയോജനമാണ് ഇത്. വ്യാഴം 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശ്രീകൃഷ്ണൻ സമ്പന്നനും പ്രതികരണ ശേഷിയുള്ളതുമായിട്ടുള്ള മനുഷ്യ സഹാനുഭൂതിയായിട്ടുള്ള ആളായിരുന്നു എന്നാണ്. എന്നാൽ സ്വന്തം സ്ഥാനത്ത് സൂര്യന്റെ സംസർഗം, സൂര്യനും വ്യാഴം കൂടിയാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണന് ദുഷ്ടന്മാർക്ക് ഒരു ഭീകരനും ജ്ഞാനികൾക്ക് ഒരു സുഹൃത്തുമായി മാറി. കുട്ടികളുടെ 5ാം ഭാവത്തിന്റെ ഉയർന്നിരിക്കുന്ന ബുധൻ സൂര്യന്റെ നക്ഷത്ര സമൂഹത്തിൽ വസിക്കുന്നു. അതേസമയം വ്യാഴം പുത്രകാരകനായ സൂര്യനുമായി സംയോജിക്കുന്നത് കൊണ്ട് അതിന്റെ ഫലമായി അദ്ദേഹത്തിന് എണ്ണമറ്റ കുട്ടികൾ ജനിച്ചു എന്നാണ്. ധാരാളം പുത്രന്മാരും പുത്രിമാരും ജനിച്ചു എന്നാണ്. ആധുനിക പണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ശ്രീകൃഷ്ണന്റെ ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള സൂചന അദ്ദേഹത്തിന്റെ ജാതകത്തിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വാധീന മേഖലകളിലും ഗുണഭോക്താക്കളുടെ ദോഷഭോക്താക്കളുടെയും എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ കണ്ടെത്താൻ കഴിയും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതകം വിവരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ.